Good evening to all. Calicut University 6th Sem BCom Corporation Specialization Paper Cooperative Management and Administration ക്ലാസ് നമ്മൾ കണ്ടിന്യൂ ചെയ്യാണ്. കഴിഞ്ഞ ക്ലാസ്സുകളിലായിട്ട് നമ്മൾ ഫസ്റ്റ് ചാപ്റ്റർ തുടങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് പ്രൊസീജിയേഴ്സ് റിഗാർഡിംഗ് കണ്ടക്ട് ഓഫ് ഇലക്ഷൻ ടു ദി കമ്മിറ്റി ഓഫ് സൊസൈറ്റീസ്. ഓക്കെ, ഇത് കുറച്ച് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. മേ ബി SC ഒക്കെ ആയിട്ട് എക്സ്പെക്റ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇതിൽ കുറച്ചൊരു 11 സ്റ്റെപ്പാണ് നമ്മൾ പറയുന്നത്. ഈ ഒരു 11 സ്റ്റെപ്പ് നിങ്ങൾ അതിൻ്റെ ആ മെയിൻ ഹെഡിങ് ഉണ്ടാവുമല്ലോ, അത് നിങ്ങൾ പഠിച്ച് വയ്ക്കുക. ഓക്കെ, എന്നിട്ട് അതിൻ്റെ അണ്ടറിൽ വരുന്നത് നിങ്ങളുടേതായ ലാംഗ്വേജിൽ എടുത്ത് എഴുതുക കേട്ടോ. ഓക്കെ, അപ്പോൾ അതിൽ ഫസ്റ്റ് പറയുന്ന സ്റ്റെപ്പാണ് ഡിസിഷൻ ടു കണ്ടക്ട് ഇലക്ഷൻ. അതായത് ഇലക്ഷൻ നടത്തുക എന്ന് പറയുന്ന ആ ഒരു ഡിസിഷൻ നമ്മൾ എടുക്കുകയാണ്. അതാണ് ഡിസിഷൻ ടു കണ്ടക്ട് ഇലക്ഷൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. Rule 35 subsection 1 provides that before the expiry of the term, the committee has to meet at least 16 days in advance and decide the date and place of the general body to elect the committee members. This decision is to be communicated to the registrar within a week by registered post. അതായത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒരു മാനേജിങ് കമ്മിറ്റിയുടെ കാലാവധി എന്ന് പറയുന്നത് 5 വർഷമാണെന്നുള്ളത്. ഓക്കെ, 5 വർഷത്തിലേക്കാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഒരു ആളെ നമ്മൾ നിയമിക്കുന്നത്. ഓക്കെ, ഒരാൾ അധികാരത്തിൽ വരുന്നത് ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റിയിൽ. ഓക്കെ, അപ്പോൾ അങ്ങനത്തെ ഒരു കേസിൽ ഈ 5 വർഷം കഴിയുന്നതിന് തൊട്ട് മുന്നിലുള്ള 60 ദിവസങ്ങളിൽ മുന്നേ ആയിട്ട് അഡ്വാൻസ് ആയിട്ട് നമ്മൾ ഡിസൈഡ് ചെയ്യാണ് എവിടെ വെച്ചിട്ടാണ് നമുക്ക് ഇലക്ഷൻ നടത്തേണ്ടത്, എത്രാം തീയതിയാണ് നമ്മൾ വെക്കേണ്ടത്, ജനറൽ ബോഡി വെക്കേണ്ടത് എന്നൊക്കെ നമ്മൾ എന്ത് ചെയ്യാണ്. അതാണ് ഡിസിഷൻ ടു, അതാണ് അത് പറയുന്നത്. ഓക്കെ, പ്രൊവൈഡ് ദാറ്റ് ബിഫോർ ദി എക്സ്പയറി ഓഫ് ദി ടേം the committee has to meet at least 16 days in advance and decide the date and place of the general body to elect the committee members. കമ്മിറ്റി മെമ്പേഴ്സിനെ ഇലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ജനറൽ ബോഡി എവിടെ വെച്ചിട്ടാണ്, എപ്പോഴാണ്, ഏത് സമയത്താണ് നമ്മൾ ചെയ്യേണ്ടതെന്ന് അഡ്വാൻസ് ആയിട്ട് 60 ദിവസം മുന്നേ, ആ ഒരു 5 വർഷം കഴിയുന്നതിന് മുന്നേ നമ്മൾ ഡിസൈഡ് ചെയ്യണം. അതാണ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്, ഡിസിഷൻ ടു കണ്ടക്ട് എലക്ഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, ഇത്രാം തീയതിയാണ്, ഇത്ര സമയത്ത് ഈ സ്ഥലത്ത് വെച്ചിട്ടാണ് നമ്മൾ കൂടുന്നത്, ഒരു ജനറൽ ബോഡി കൂടിയിട്ട് അവിടെ വെച്ചിട്ടാണ് നമ്മൾ ഇലക്ഷൻ കണ്ടക്ട് ചെയ്യുന്നത്, നമ്മൾ ഓൾറെഡി ഡിസൈഡ് ചെയ്തു. ഓക്കെ, ആ ഒരു തീരുമാനം ഉണ്ടല്ലോ, ആ ഒരു തീരുമാനം നമ്മൾ നമ്മുടെ രജിസ്ട്രാറെ പോസ്റ്റ് വഴി അറിയിക്കണം. ഓക്കെ, അതാണ് പറഞ്ഞത്. ദിസ് ഡിസിഷൻ ഈസ് ടു ബി കമ്മ്യൂണിക്കേറ്റഡ് ടു ദ രജിസ്ട്രാർ വിത്തിൻ എ വീക്ക് ബൈ രജിസ്റ്റേർഡ് പോസ്റ്റ്. ഓക്കെ, അതാണ് ഡിസിഷൻ ടു കണ്ടക്ട് എലക്ഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഇനി നെക്സ്റ്റ് സ്റ്റെപ്പാണ് അപ്പോയിൻമെൻറ്റ് ഓഫ് റിട്ടേണിംഗ് ഓഫീസർ. ഓക്കെ, അതായത് നമ്മൾ അവിടെ എന്ത് ചെയ്യണം, ഒരു റിട്ടേണിംഗ് ഓഫീസറെ അപ്പോയിൻറ്റ് ചെയ്യാണ്. ഓക്കെ, അതാണ് അപ്പോയിൻമെൻറ്റ് ഓഫ് റിട്ടേണിംഗ് ഓഫീസർ. അപ്പോൾ അത് എന്തിനു വേണ്ടിയിട്ടാണ് ഇനി ചെയ്യുന്നതെന്നാണ് നമ്മൾ പറയുന്നത് കേട്ടോ. ഓക്കെ, അക്കോർഡിംഗ് ടു subsection 2 ഓൺ റെസിപ്റ്റ് ഓഫ് ദി റെസൊല്യൂഷൻ. അതൊന്നും പറയേണ്ട ആവശ്യമില്ല, നിങ്ങൾ കാര്യം എന്താണെന്ന് എഴുതിയാൽ മതി. ഓക്കെ, ദ രജിസ്ട്രാർ ഹാസ് ടു അപ്പോയിൻറ്റ് എ റിട്ടേണിംഗ് ഓഫീസർ ടു കണ്ടക്ട് ദ ഇലക്ഷൻ. അതായത് രജിസ്ട്രാർ ആണ് അപ്പോയിൻറ്റ് ചെയ്യുന്നത്, ഒരു റിട്ടേണിംഗ് ഓഫീസറെ അപ്പോയിൻറ്റ് ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ട്, ഇലക്ഷൻ നടത്താൻ വേണ്ടിയിട്ട്. ഓക്കെ, ഇലക്ഷൻ നടത്താൻ വേണ്ടിയിട്ട് രജിസ്ട്രാർ റിട്ടേണിംഗ് ഓഫീസറെ അപ്പോയിൻറ്റ് ചെയ്യാണ്. ഓക്കെ, ദ രജിസ്ട്രാർ ഈസ് കോമ്പിറ്റൻറ്റ് ടു ഫിക്സ് റെമ്യൂണറേഷൻ ഫോർ ഹിം. അതായത് രജിസ്ട്രാറിനെ ആയിരിക്കും ആ ഒരു റിട്ടേണിംഗ് ഓഫീസർക്കുള്ള തീരുമാനിക്കുന്നത്, റെമ്യൂണറേഷൻ ഡിസൈഡ് ചെയ്യുന്നതും ആരായിരിക്കും, രജിസ്ട്രാർ ആയിരിക്കും. അതാണ് അപ്പോയിൻമെൻറ്റ് ഓഫ് റിട്ടേണിംഗ് ഓഫീസർ. ഓക്കെ, അപ്പോൾ നമ്മൾ തീരുമാനിച്ചു, അയാൾ ആദ്യം അപ്പോയിൻറ്റ് ചെയ്തു, എന്നിട്ട് അയാളുടെ റെമ്യൂണറേഷന് നമ്മൾ ഡിസൈഡ് ചെയ്തു. ഓക്കെ, പിന്നെ ഇഷ്യൂ ഓഫ് ഇലക്ഷൻ നോട്ടീസ്. ഇഷ്യൂ ഓഫ് ഇലക്ഷൻ നോട്ടീസ് എന്ന് പറയുമ്പോൾ ഈ പറഞ്ഞ റിട്ടേണിംഗ് ഓഫീസർ ഉണ്ടല്ലോ, അയാളുടെ പണി തുടങ്ങുകയാണ്. ഓക്കെ, അവിടെ വെച്ചിട്ടാണ് അയാളുടെ വർക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത്. Subsection 3 provides that one of the first duties of the returning officer is to issue election notice. അതായത് നമ്മുടെ റിട്ടേണിംഗ് ഓഫീസറുടെ ഫസ്റ്റ് ഡ്യൂട്ടിയാണ് പറയുന്നത്, ഇലക്ഷൻ നോട്ടീസ് ഇഷ്യൂ ചെയ്യാന്ന് പറയുന്നത്. ഓക്കെ, ഡീറ്റെയിൽസ് ഓഫ് ഇലക്ഷൻ ഷുഡ് ബി ഇൻറ്റിമേറ്റഡ് ടു ഓൾ മെമ്പേഴ്സ് എയ്തർ ഇൻ പേഴ്സൺ ഓർ ബൈ പോസ്റ്റ് അണ്ടർ സർട്ടിഫിക്കറ്റ് ഓഫ് പോസ്റ്റിംഗ്. അതായത് നമ്മുടെ ഈ ഒരു ഇലക്ഷനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് ഉണ്ടല്ലോ, അത് നമ്മൾ എല്ലാ വ്യക്തികൾക്കും കൊടുക്കണം, ഒന്നുകിൽ അവരോട് ഡയറക്റ്റായിട്ട് പറയണം, അല്ലാന്നുണ്ടെങ്കിൽ പോസ്റ്റ് വഴി അവരെ അറിയിക്കണം. ഓക്കെ, എ കോപ്പി ഓഫ് ദി ഇൻറ്റിമേഷൻ ഷാൾ ഓൾസോ ബി ഫിക്സഡ് ഓൺ ദി നോട്ടീസ് ബോർഡ് ഓഫ് ദി സൊസൈറ്റി. അപ്പോൾ ആ ഒരു നോട്ടീസിൻ്റെ ഒരു കോപ്പി നമ്മൾ നമ്മുടെ സൊസൈറ്റിയുടെ നോട്ടീസ് ബോർഡിൽ വേണം, സ്റ്റാമ്പ് ചെയ്യാൻ വേണമെന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ആ ഒരു ഇലക്ഷൻ നോട്ടീസിൽ ഉണ്ടാവേണ്ട കണ്ടൻറ്റുകളാണ്. ദ കണ്ടൻറ്റ് ഓഫ് ദി ഇലക്ഷൻ നോട്ടീസ് ഷാൾ ബി ഫോളോയിങ്: നമ്പർ ഓഫ് വാക്കൻസീസ് ടു ബി ഫിൽഡ് ബൈ
ഫിൽഡ് അപ്പ് ബൈ എലക്ഷൻ. അതായത് ഏതൊക്കെ വാക്കൻസികളാണ് നമ്മൾ നമ്മുടെ ഇലക്ഷൻ വഴി എന്ത് ചെയ്യുന്നത്, ഫില്ലപ്പ് ചെയ്യുന്നത്. പിന്നെ ഏരിയ ഓർ കൺസ്റ്റിറ്റ്യുവൻസി സ്പെസിഫൈഡ് ഇൻ ദി ബൈലോസ് ഫ്രം വിച്ച് മെമ്പേഴ്സ് ആർ ടു ബി ഇലക്റ്റഡ്. ഡേറ്റ്, പ്ലേസ് ആൻഡ് ഹവേഴ്സ് which nomination purpose shall be filled by the contesting candidate or his proper or seconder. Date and hour when nomination papers will be scrutinized. Last date of withdrawal. Date, place and hours between which polling will take place. ഓക്കെ, ഇതാണ് ഇഷ്യൂ ഓഫ് ഇലക്ഷൻ നോട്ടീസ് എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെ നാലാമത്തെ സ്റ്റെപ്പാണ് പബ്ലിക്കേഷൻ ഓഫ് വോട്ടർ ലിസ്റ്റ്. ഓക്കെ, ദ കമ്മിറ്റി ഇൻ ഓഫീസ് ഷുഡ് പ്രിപ്പയർ എ ലിസ്റ്റ് ഓഫ് മെമ്പേഴ്സ് ക്വാളിഫൈഡ് ടു വോട്ട് അറ്റ് ദി ഇലക്ഷൻ ആസ്റ്റിറ്റ്യൂട്ട് ഓൺ എ ഡേറ്റ് 16 days prior to the date fixed for the poll and supply the same to the returning officer within 35 days prior to the date fixed for election. അതായത് ഇപ്പോൾ ഈ ഒരു വീഡിയോ കാണുന്നവരെല്ലാവർക്കും കോളേജ് സ്റ്റുഡൻ്റ് ആയിരിക്കും, മേ ബി ഡിസ്റ്റൻസ് ഉള്ളവരുണ്ടായിരിക്കും കേട്ടോ. ഓക്കെ, എനിവേ, അതായത് ഇപ്പോൾ കോളേജ് സ്റ്റുഡൻസ് ഒക്കെ ആയിരിക്കുമ്പോൾ ഓഫ് കോഴ്സ് അവിടെ ഇലക്ഷൻ നടക്കുന്നത് നമ്മൾ കാണുന്നവരാണ്. ഓക്കെ, അപ്പോൾ അതായത് ഇപ്പോൾ അവിടെ ഒരു കാൻഡിഡേറ്റ്സ് മത്സരിക്കണം എന്നുണ്ടെങ്കിൽ, അതായത് ഒരു കുട്ടി അവിടെ കാൻഡിഡേറ്റ് ആയിട്ട് മത്സരിക്കണം എന്നുണ്ടെങ്കിൽ ഓഫ് കോഴ്സ് അതിൻ്റേതായ ക്വാളിഫിക്കേഷൻസ് ഉണ്ട്. ഓക്കെ, അതായത് അവർക്ക് സപ്ലി ഉണ്ടാവാൻ പാടില്ല, അതുപോലെ തന്നെ മതിയായിട്ടുള്ള അറ്റൻഡൻസ് വേണം, അതുപോലെ തന്നെ ഫീ ഒന്നും പെൻഡിങ് ഉണ്ടാവാൻ പാടില്ല. അങ്ങനെ ഒരുപാട് തരത്തിലുള്ള കാര്യങ്ങളുണ്ടായിരിക്കും. ഇതെല്ലാം ഫുൾഫില്ല് ചെയ്താൽ മാത്രമേ ഒരു കുട്ടിക്ക് അവിടെ കാൻഡിഡേറ്റ്സ് ആയിട്ട് എന്ത് ചെയ്യാൻ കഴിയുള്ളൂ, നിൽക്കാൻ കഴിയുള്ളൂ. ഓക്കെ, അപ്പോൾ അതുപോലെ തന്നെയാണ് ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റിയിൽ ഒരു മത്സരിക്കണം എന്നുണ്ടെങ്കിൽ ഇതുപോലെ തന്നെ അതിൻ്റേതായ മെമ്പേഴ്സിന് അതിൻ്റേതായ ക്വാളിഫിക്കേഷൻസ് ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ ആ ഒരു ക്വാളിഫിക്കേഷൻ അനുസരിച്ചിട്ട് നമ്മുടെ റിട്ടേണിംഗ് ഓഫീസർ എന്ത് ചെയ്യും, ഒരു പ്രിലിമിനറി ലിസ്റ്റ് അവർ പബ്ലിഷ് ചെയ്യും. ഓക്കെ, അതാണ് പബ്ലിക്കേഷൻ ഓഫ് വോട്ടർ ലിസ്റ്റ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ദ കമ്മിറ്റി ഇൻ ഓഫീസ് ഷുഡ് പ്രിപ്പയർ എ ലിസ്റ്റ് ഓഫ് മെമ്പേഴ്സ് ക്വാളിഫൈഡ് ടു വോട്ട് അറ്റ് ദി ഇലക്ഷൻ ആസ്റ്റിറ്റ്യൂട്ട് ഓൺ എ ഡേറ്റ് 16 days prior to the date fixed for the poll and supply the same to the returning officer within 35 days prior to the date fixed for election. This list is called preliminary voters list and it should be published not less than 20 days prior to the date of election on a notice board of the head office of the society and its branches. ഓക്കെ, അതൊന്നും വേണ്ട, നിങ്ങൾക്ക് എഴുതാൻ പറ്റുന്ന തരത്തിൽ എഴുതാം. ഓക്കെ, അപ്പോൾ അത്തരത്തിലുള്ള അതായത് അവരുടെ ക്വാളിഫിക്കേഷൻസ് വെച്ചിട്ട്, അതായത് മത്സരിക്കാൻ യോഗ്യരായവരെ അവരെന്ത് ചെയ്യും, നമ്മുടെ റിട്ടേണിംഗ് ഓഫീസർ ഒരു പ്രിലിമിനറി വോട്ടർ ലിസ്റ്റ് അവരെന്ത് ചെയ്യും, അവരത് പബ്ലിഷ് ചെയ്യും. ഓക്കെ, നമ്മുടെ നോട്ടീസ് ബോർഡിൽ അവർ പബ്ലിഷ് ചെയ്യും. അതിനുശേഷം അവരെന്തെങ്കിലും ഒബ്ജെക്ഷൻസ് അവരെന്ത് ചെയ്യും, അക്സെപ്റ്റ് ചെയ്യും. ഓക്കെ, he has to invite objections if any in the matter from members within 7 days of the date of publication. The list shall specify the membership number, name in full and address. അതായത് അവർ ഒബ്ജെക്ഷൻസ് ഒക്കെ അവർ അക്സെപ്റ്റ് ചെയ്യും. അതിനുശേഷം അവരെന്ത് ചെയ്യും, അവരെന്ത് ചെയ്യും, എടുക്കും, ചിലവർ അവർ എലിമിനേറ്റ് ചെയ്ത് കളയും. അങ്ങനെ പലതരത്തിലുള്ള കാര്യങ്ങൾ അപ്പോൾ അവരവിടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ടായിരിക്കും. അതാണ് പബ്ലിക്കേഷൻ ഓഫ് വോട്ടേഴ്സ് ലിസ്റ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് കേട്ടോ. ആഫ്റ്റർ കൺസിഡറിങ് ദ ഒബ്ജെക്ഷൻസ് ദ റിട്ടേണിംഗ് ഓഫീസർ ഹാസ് ടു പബ്ലിഷ് ദ ഫൈനൽ ലിസ്റ്റ് ഓൺ ദി നോട്ടീസ് ബോർഡ് നോട്ട് ലെസ് ദാൻ 10 days. അതായത് ഇപ്പോൾ ഒരു 50 പേര് അവരവിടെ പ്രിലിമിനറി ലിസ്റ്റിൽ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, പബ്ലിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, അങ്ങനെ പ്രിലിമിനറി ലിസ്റ്റ് പബ്ലിഷ് ചെയ്തു, ഒരുപാട് ഒബ്ജെക്ഷൻസ് ഒരു 10 പേർക്കെതിരെ വന്നു എന്ന് വിചാരിക്കും. ഓക്കെ, ഒരുപാട് ഒബ്ജെക്ഷൻസ് ഈ 10 പേർക്കെതിരെ വന്നു. അപ്പോൾ ഈ 10 പേരെയും നമ്മുടെ റിട്ടേണിംഗ് ഓഫീസർ എന്ത് ചെയ്യും, എലിമിനേറ്റ് ചെയ്ത് കളയും. ഓക്കെ, അവർക്ക് എന്ത് ചെയ്യാൻ കഴിയില്ല, മത്സരിക്കാൻ കഴിയില്ല. ഓക്കെ, ബാക്കി 40 പേർക്ക് മാത്രമേ മത്സരിക്കാൻ കഴിയുള്ളൂ എന്ന് പറഞ്ഞിട്ട് ഒരു ഫൈനൽ വോട്ടർ ലിസ്റ്റ് അവരെന്ത് ചെയ്യും, പബ്ലിഷ് ചെയ്യും. അതാണ് പറയുന്നത്. ഓക്കെ, after considering the objections, the returning officer has to publish the final list on the notice board not less than 10 days prior to the date fixed for the poll. Copy of the list is to be supplied to the members on payment of fees prescribed. Okay, ആ ഒരു ലിസ്റ്റ് നമ്മുടെ മെമ്പേഴ്സിന് എന്ത് ചെയ്യും, പാസ് പറയുന്നത്. അതാണ് പബ്ലിക്കേഷൻ ഓഫ് വോട്ടർ ലിസ്റ്റ് എന്ന് പറയുന്നത്. കോളേജിൽ ഇലക്ഷൻ നടക്കുമ്പോൾ എങ്ങനെയാണ് അവർ പറയുന്ന കുറച്ച് കണ്ടീഷൻസ് ഉണ്ടായിരിക്കും. ആ കണ്ടീഷൻസ് ഫുൾഫിൽ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഓഫ് കോഴ്സ് ആ ഒരു സ്റ്റുഡൻറ്റിന് എന്ത് ചെയ്യാൻ കഴിയില്ല, കാൻഡിഡേറ്റ്സ് ആയിട്ട് മത്സരിക്കാൻ കഴിയില്ല. ലൈക്ക് ആ ഒരു കുട്ടി എലിമിനേറ്റ് ആയി പോവും, വേറെ കുട്ടിക്ക് അപ്പോൾ അവിടെ ചാൻസ് വരും. ഓക്കെ, അതാണ് ഇപ്പോൾ നമ്മൾ ഈ പറഞ്ഞത് കേട്ടോ. ഓക്കെ, പിന്നെ നെക്സ്റ്റ് പറയുന്നതാണ് ഫില്ലിംഗ് നോമിനേഷൻ പേപ്പേഴ്സ്. നോമിനേഷൻ പേപ്പേഴ്സ് ഷാൾ ബി പ്രസൻറ്റഡ് ഇൻ പേഴ്സൺ ഓർ ബൈ രജിസ്റ്റേർഡ് പോസ്റ്റ് either by the candidate or by the proposer or the seconder. It should reach the returning officer before the specified time. അതായത് ഒരു സ്പെസിഫൈഡ് ടൈം അവരവിടെ പറഞ്ഞിട്ടുണ്ടായിരിക്കും. അപ്പോൾ ആ ഒരു സമയത്തിന് മുന്നേ തന്നെ നമ്മുടെ റിട്ടേണിംഗ് ഓഫീസറിൻ്റെ അടുത്തിട്ട്
റിട്ടേണിംഗ് ഓഫീസറുടെ അടുത്ത് നോമിനേഷൻ പേപ്പർ എന്ത് ചെയ്യണം, സബ്മിറ്റ് ചെയ്യണം. അത്രയും കാര്യങ്ങളാണ് അതിൽ പറയുന്നത് കേട്ടോ. ഓക്കെ. നോമിനേഷൻ പേപ്പർ ഷാൾ ബി പ്രസൻറ്റഡ് ഇൻ എ പേഴ്സൺ ഓർ ബൈ രജിസ്റ്റേർഡ് പോസ്റ്റ് either by the candidate or by the proposer or seconder. It should reach the returning officer before the specified time. ഓക്കെ. പിന്നെ നെക്സ്റ്റ് പറയുന്നതാണ് സ്ക്രൂട്ടിനിറ്റി ഓഫ് നോമിനേഷൻ പേപ്പേഴ്സ്. ഓക്കെ, അങ്ങനെ നമ്മളൊരു സ്പെസിഫൈഡ് ടൈം പറഞ്ഞു. ആ സമയത്തിൻ്റെ അകത്ത് നമ്മുടെ കാൻഡിഡേറ്റ്സ് എല്ലാവരും അവരുടെ നോമിനേഷൻ പേപ്പർ നമ്മുടെ റിട്ടേണിംഗ് ഓഫീസറുടെ അടുത്ത് സബ്മിറ്റ് ചെയ്തു. ഓക്കെ, ആ ഒരു നോമിനേഷൻ പേപ്പർ സ്ക്രൂട്ടിനിറ്റി ചെയ്യാണ്. സ്ക്രൂട്ടിനിറ്റി ചെയ്യാന്ന് പറയുമ്പോൾ അവർ ഡീറ്റെയിൽഡ് ആയിട്ട് അത് പരിശോധിക്കുകയാണ്. എന്തെങ്കിലും തെറ്റുപിഴകൾ വല്ലതും ഉണ്ടോ, അതാണ് സ്ക്രൂട്ടിനിറ്റി ഓഫ് നോമിനേഷൻ പേപ്പേഴ്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. Okay, the returning officer is to take up scrutiny of nomination paper on the day of following the date fixed for the receipt of nomination paper. The candidate or his proposer or seconder may present at the time of scrutiny. Okay, it is mentioned in the subclause that no member shall be nominated as a candidate if he is not eligible to vote and does not possess the necessary qualifications specified in bylaws. Okay, അതാണ് സ്ക്രൂട്ടിനിറ്റി ഓഫ് നോമിനേഷൻ പേപ്പേഴ്സ്. അതായത് ആ ഒരു നോമിനേഷൻ പേപ്പർ ഉണ്ടല്ലോ, അത് ഡീറ്റെയിൽഡ് ആയിട്ട് വാല്യൂ ചെയ്യുക. ഓക്കെ. പിന്നെ നെക്സ്റ്റ് പറയുന്നതാണ് പബ്ലിക്കേഷൻ ഓഫ് വാലിഡ് നോമിനേഷൻസ്. ഓക്കെ, അതായത് അവരെന്ത് ചെയ്തു, ആ ഒരു നോമിനേഷൻ പേപ്പർ ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ അവരെന്ത് ചെയ്തു, സ്ക്രൂട്ടിനിറ്റി ചെയ്തു. ആര്, റിട്ടേണിംഗ് ഓഫീസർ. അതിനുശേഷം അവരെന്ത് ചെയ്യണം, പബ്ലിക്കേഷൻ ഓഫ് വാലിഡ് നോമിനേഷൻസ്, അതായത് വാലിഡ് ആയിട്ടുള്ള നോമിനേഷൻ്റെ ആ ഒരു ലിസ്റ്റ് ഉണ്ടല്ലോ, അത് അവർ പബ്ലിഷ് ചെയ്യണം. ഓക്കെ, അപ്പോൾ ഇതിൽ 1-2 തരത്തിലുള്ള റിജക്ഷൻസ് നടക്കുന്നുണ്ട്. ഓക്കെ, അതായത് ആദ്യം എന്ത് ചെയ്യും, ആദ്യം അവരൊരു പ്രിലിമിനറി ലിസ്റ്റ് ആദ്യം പ്രിപ്പയർ ചെയ്യും. എന്നിട്ട് അവർ ഒബ്ജെക്ഷൻസ് അവരെന്ത് ചെയ്യും, കൺസിഡർ ചെയ്യും. അപ്പം തന്നെ കുറേ പേര് ഔട്ടാവും. ഓക്കെ, അത് കഴിഞ്ഞിട്ട് പിന്നെ അവർ നോമിനേഷൻ പേപ്പർ സബ്മിറ്റ് ചെയ്യാൻ പറയും. അങ്ങനെ അവർ നോമിനേഷൻ പേപ്പർ സബ്മിറ്റ് ചെയ്യും. എന്നിട്ട് അത് സ്ക്രൂട്ടിനിറ്റി നടത്തും. എന്നിട്ട് അതൊന്നും എന്ത് ചെയ്യും, കുറേ പേരെ എലിമിനേറ്റ് ചെയ്ത് കളയും. ഓക്കെ, എന്നിട്ട് പിന്നെ തയ്യാറാക്കുന്നതാണ് ദ പബ്ലിക്കേഷൻ ഓഫ് വാലിഡ് നോമിനേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ദ റിട്ടേണിംഗ് ഓഫീസർ ഹാസ് ടു പബ്ലിഷ് ദ ലിസ്റ്റ് ഓഫ് വാലിഡ് നോമിനേഷൻസ് ഓൺ ദി നോട്ടീസ് ബോർഡ് ഓഫ് ദി സൊസൈറ്റി ഓൺ ദി സെയിം ഡേ ആഫ്റ്റർ ദ സ്ക്രൂട്ടിനിറ്റി ഈസ് കംപ്ലീറ്റഡ്. അതായത് സ്ക്രൂട്ടിനിറ്റി കംപ്ലീറ്റ് ആക്കിയ ആ ദിവസം തന്നെ സ്ക്രൂട്ടിനിറ്റി കംപ്ലീറ്റ് ആക്കിയതിന് ശേഷം വാലിഡ് ആയിട്ടുള്ള നോമിനേഷൻ പേപ്പർ എന്ത് ചെയ്യും, അവർ സബ്മിറ്റ് ചെയ്യും. ആ ഒരു ലിസ്റ്റ് ഇത്ര പേർക്ക്, അതായത് ആദ്യം നമ്മൾ 50 പേരെയായിരുന്നു ടോട്ടൽ അവർ ആ ഒരു പ്രിലിമിനറി ലിസ്റ്റ് തയ്യാറാക്കിയപ്പോൾ ഇട്ടിട്ടുണ്ടായിരുന്നത്. ഓക്കെ, അപ്പോൾ ഈ 50 പേരിൽ 10 പേരെ ഒബ്ജെക്ഷൻസ് വന്ന് റിജക്റ്റ് ചെയ്തു. ഓക്കെ, അത് കഴിഞ്ഞിട്ട് പിന്നെ നോമിനേഷൻ പേപ്പർ ഈ 40 പേര് സബ്മിറ്റ് ചെയ്തു. എന്നിട്ട് അത് സ്ക്രൂട്ടിനിറ്റി നടത്തിയതിന് ശേഷം വീണ്ടും അവരൊരു 20 പേരെ എന്ത് ചെയ്തു, വീണ്ടും അവർ 20 പേരെ അവർ റിജക്റ്റ് ചെയ്തു. എന്നിട്ടിപ്പോൾ ടോട്ടൽ നമുക്ക് എന്ത് ചെയ്യുള്ളൂ, ആകെ 20 പേർക്ക് മത്സരിക്കാൻ കഴിയുള്ളൂ. അതാണ് എന്ത് പറയുന്നത്, പബ്ലിക്കേഷൻ ഓഫ് വാലിഡ് നോമിനേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെ നെക്സ്റ്റ് പറയുന്നതാണ് വിഡ്രോവൽ ഓഫ് കാൻഡിഡേറ്റ്സ്. അതായത് ഇപ്പോൾ ഞാൻ ആദ്യം വിചാരിച്ചു ഞാനൊരു കോപ്പറേറ്റീവ് സൊസൈറ്റിയിലെ മെമ്പർ ആയിരിക്കാം എന്ന്, എനിക്ക് അങ്ങനെയൊക്കെ ചെയ്യാൻ കഴിയും, ഇത്രയും കാര്യങ്ങളൊക്കെ ഇതാകും, ഞാൻ അതാകും ഇതാകും എന്നൊക്കെ വിചാരിച്ചിട്ടാണ് ഞാൻ എന്ത് ചെയ്തത്, ഒരു കാൻഡിഡേറ്റ് ആവാൻ വേണ്ടി തീരുമാനിച്ചത്. ഓക്കെ, കുറച്ച് കഴിഞ്ഞപ്പോൾ എൻ്റെ സ്വഭാവം മാറി. ഓക്കെ, കുറേ റെസ്പോൺസിബിലിറ്റീസ് ആയിരിക്കും. അപ്പോൾ അതെല്ലാം കൂടെ എനിക്ക് തലയിൽ എനിക്ക് പറ്റത്തില്ല. ഓക്കെ, അപ്പോൾ എൻ്റെ ഡിസിഷൻ പെട്ടെന്ന് അങ്ങ് മാറി. ഓക്കെ, അപ്പോൾ ഞാൻ എന്ത് വിചാരിക്കുക, എന്നാൽ ഞാൻ ആ കൊടുത്ത അത് വിഡ്രോ ചെയ്യാം, അത് ഞാൻ തിരിച്ചെടുക്കാം. ഓക്കെ, അതാണ് വിഡ്രോവൽ ഓഫ് കാൻഡിഡേറ്റ്സ്. അതായത് അത് ക്യാൻസൽ ചെയ്യാനുള്ള ഒരു ചാൻസ് ആണ് അവിടെ കൊടുക്കുന്നത് കേട്ടോ. എനി കാൻഡിഡേറ്റ് ക്യാൻ വിഡ്രോ ദ കാൻഡിഡേച്ചർ ഈവൻ ആഫ്റ്റർ ഫില്ലിംഗ് നോമിനേഷൻസ് ഫില്ല് ചെയ്തതിന് ശേഷം അവർക്ക് വേണമെന്നുണ്ടെങ്കിൽ അവരുടെ ആ ഒരു ഡിസിഷൻ എന്ത് ചെയ്യാം, ക്യാൻസൽ ചെയ്യാൻ കഴിയും. അതാണ് വിഡ്രോവൽ ഓഫ് കാൻഡിഡേച്ചർ. ബട്ട് ഇറ്റ് ഷുഡ് ബി ഇൻ റൈറ്റിംഗ്, അത് എഴുതി തയ്യാറാക്കിയിട്ടുള്ളതായിരിക്കണം. ഇറ്റ് ഷുഡ് ബി ഡെലിവേർഡ് ടു ദ റിട്ടേണിംഗ് ഓഫീസർ ഇൻ പേഴ്സൺ ബൈ ദി കാൻഡിഡേറ്റ്സ് ഓർ ത്രൂ ദി പ്രപ്പോസർ ഓർ ദി സെക്കൻഡർ. അതായത് മേ ബി അത് കൊടുക്കേണ്ടത് ആരായിരിക്കണം, ഒന്നൊക്കെ കാൻഡിഡേറ്റ്സ് ആയിരിക്കണം, അല്ലെങ്കിൽ കാൻഡിഡേറ്റിൻ്റെ ഏജൻറ്റുമാരുണ്ടായിരിക്കുമല്ലോ, അവർ പ്രപ്പോസറോ അല്ലെങ്കിൽ സെക്കൻഡറോ ആയിരിക്കണം അത് കൊടുക്കേണ്ടത്. ദ ഫൈനൽ ലിസ്റ്റ് ഓഫ് വാലിഡ് നോമിനേഷൻസ് ആഫ്റ്റർ ഡിലീറ്റിംഗ് ദ നെയിംസ് ഓഫ് കാൻഡിഡേറ്റ് ഹു ഹാവ് വിഡ്രോൺ ദെയർ കാൻഡിഡേറ്റ്സ് ഷുഡ് ബി പബ്ലിഷ്ഡ് ഓൺ ദി സെയിം ഡേറ്റ് ഫിക്സഡ് ഫോർ വിഡ്രോൾ. അതായത് ഫൈനൽ ലിസ്റ്റ് ഉണ്ടല്ലോ, ആ ഫൈനൽ ലിസ്റ്റ് പ്രിപ്പയർ ചെയ്യുന്നത് ഇതുപോലെ തന്നെ വിഡ്രോവൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതെല്ലാം ചെയ്തതിന് ശേഷമായിരിക്കും നമ്മളൊരു ഫൈനൽ ലിസ്റ്റ് എന്ത് ചെയ്യുന്നുണ്ടായിരിക്കുക, പ്രിപ്പയർ ചെയ്യുന്നുണ്ടായിരിക്കുക. അതാണ് വിഡ്രോവൽ ഓഫ് കാൻഡിഡേറ്റ്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, പിന്നെ നെക്സ്റ്റ് പറയുന്നതാണ് പോളിംഗ്. പോളിംഗ് എന്ന് പറയുമ്പോൾ നടക്കുകയാണ്, അവിടെ വോട്ടിംഗ് നടക്കുകയാണ്. ഇഫ് ദി നമ്പർ ഓഫ് കാൻഡിഡേറ്റ്സ് ഹൂസ് നോമിനേഷൻ പേപ്പേഴ്സ് ഹാവ് ബീൻ ഡിക്ലെയർഡ് വാലിഡ് ഡസ് നോട്ട് എക്സീഡ് ദ നമ്പർ ഓഫ് to be elected for any area of constituency, the returning officer shall
announce the names of such candidates as duly elected on the date of fixed of election. ഓക്കെ, അങ്ങനെ അവരവിടെ എന്ത് നടത്താണ്, എലക്ഷൻ നടത്തുകയാണ്. അതിനുശേഷം പിന്നെ എന്ത് ചെയ്യാണ്, വോട്ട് കൗണ്ട് ചെയ്യുകയാണ്. വോട്ട് കൗണ്ട് ചെയ്യുക എന്ന് പറയുമ്പോൾ ലൈക്ക് നമ്മൾ നോർമലായിട്ട് നടത്തുന്ന ആ ഒരു എലക്ഷൻ്റെ പോലെ തന്നെയാണ്. ഓക്കെ, കൗണ്ടിങ് വോട്ട്സ് എന്ന് പറയുമ്പോൾ ദ വോട്ട് ഷാൾ ബി കൗണ്ടഡ് ബൈ ഓർ അണ്ടർ ദി സൂപ്പർവിഷൻ ഓഫ് ദി റിട്ടേണിംഗ് ഓഫീസർ. അതായത് റിട്ടേണിംഗ് ഓഫീസറുടെ സൂപ്പർവിഷനോട് കൂടി തന്നെ ആയിരിക്കും വോട്ട് എന്ത് ചെയ്യുന്നുണ്ടായിരിക്കും, കൗണ്ട് ചെയ്യുന്നുണ്ടായിരിക്കും. ഈച്ച് കാൻഡിഡേറ്റ്സ് ഓർ ഹിസ് ഓതറൈസ്ഡ് ഏജൻറ്റ് ഷാൾ ഹാവ് ദി റൈറ്റ് ടു ബി പ്രസൻറ്റ് അറ്റ് ദി ടൈം ഓഫ് കൗണ്ടിങ്. അതായത് ഒന്നുകിൽ കാൻഡിഡേറ്റ്സ് അല്ലാന്നുണ്ടെങ്കിൽ കാൻഡിഡേറ്റ്സിൻ്റെ റെപ്രസെൻറ്റേറ്റീവ് ഏജൻറ്റ് നമ്മുടെ സൂപ്പർവൈസറുടെ ലെഫ്റ്റ് റൈറ്റും ആയിട്ട് ഉണ്ടായിരിക്കണം വോട്ട് കൗണ്ട് ചെയ്യുന്ന സമയത്ത്. ആസ് സൂൺ ആസ് ദി കൗണ്ടിങ് ഈസ് ഓവർ, റിട്ടേണിംഗ് ഓഫീസർ ഷാൾ അനൗൺസ് ദ റിസൾട്ട് വിത്ത് ദ നമ്പർ ഓഫ് വോട്ട്സ് സെക്യൂർഡ് ബൈ ഈച്ച് കാൻഡിഡേറ്റ്സ്. ഓക്കെ, അതായത് വോട്ടിംഗ് കഴിഞ്ഞതിന് ശേഷം നമ്മുടെ റിട്ടേണിംഗ് ഓഫീസർ ആയിരിക്കും ഓരോരുത്തർക്കും എത്ര വോട്ട് വീതം ഉണ്ട് എന്നുള്ള സഹിതം അവരുടെ റിസൾട്ട് അനൗൺസ് ചെയ്യുക. ഓക്കെ, പിന്നെ ദ റെസ്റ്റ് ഓഫ് ദ ഡിക്ലറേഷൻ ഈസ് ഓൾസോ ടു ബി റെക്കോർഡഡ് ഇൻ ദ മിനിറ്റ്സ് ബുക്ക് ഓഫ് ദി സൊസൈറ്റി ആൻഡ് അറ്റസ്റ്റഡ് ബൈ ദ റിട്ടേണിംഗ് ഓഫീസർ. അപ്പോൾ ആ ഒരു റിസൾട്ട് ഉണ്ടല്ലോ, അത് നമ്മുടെ മിനിറ്റ്സ് ബുക്കിലും ആര് റെക്കോർഡ് ചെയ്യും എന്നാണ് പറയുന്നത്, നമ്മുടെ റിട്ടേണിംഗ് ഓഫീസർ റെക്കോർഡ് ചെയ്യുന്നതാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാനുള്ളത്. SC ഒക്കെ എക്സ്പെക്റ്റ് ചെയ്യാവുന്നൊരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ, പഠിച്ചു വയ്ക്കുക. അപ്പോൾ ഫസ്റ്റത്തെ സ്റ്റെപ്പ് എന്തായിരുന്നു, ഡിസിഷൻ ടു കണ്ടക്ട് എലക്ഷൻ, അതായത് എലക്ഷൻ നടത്താൻ വേണ്ടിയിട്ട് ഒരു തീരുമാനത്തിലെടുക്കുക. പിന്നെ റിട്ടേണിംഗ് ഓഫീസറെ അപ്പോയിൻറ്റ് ചെയ്യുക, അപ്പോയിൻമെൻറ്റ് ഓഫ് റിട്ടേണിംഗ് ഓഫീസർ. പിന്നെ ഇഷ്യൂ ഓഫ് ഇലക്ഷൻ നോട്ടീസ് എന്ത് ചെയ്യുക, ഇഷ്യൂ ചെയ്യുക. അതിനുശേഷം പിന്നെ പബ്ലിക്കേഷൻ ഓഫ് വോട്ടർ ലിസ്റ്റ് അവരെന്ത് ചെയ്യുക, പബ്ലിഷ് ചെയ്യുക. പിന്നെ ഫില്ലിംഗ് നോമിനേഷൻ പേപ്പർ ഫില്ല് ചെയ്യുക. പിന്നെ എന്താ നെക്സ്റ്റ് സ്റ്റെപ്പ് പറയുന്നത്, സ്ക്രൂട്ടിനിറ്റി ഓഫ് നോമിനേഷൻ പേപ്പർ, അത് സ്ക്രൂട്ടിനിറ്റി ചെയ്യുക. അതിനുശേഷം പിന്നെ പബ്ലിക്കേഷൻ ഓഫ് വാലിഡ് നോമിനേഷൻസ് അവർ പബ്ലിഷ് ചെയ്യും. അതിനുശേഷം പിന്നെ വിഡ്രോവൽ ഓഫ് കാൻഡിഡേറ്റ്സ് വേണമെങ്കിൽ വിഡ്രോ ചെയ്യും. പിന്നെ അവിടെ പോളിംഗ് നടക്കുകയാണ്. പിന്നെ കൗണ്ടിങ് വോട്ട്സ് കൗണ്ട് ചെയ്യുകയാണ്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമുക്കിതിൽ സ്റ്റെപ്പ് വരുന്നത്. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. അതിന് മുന്നേ ആയിട്ട് ഞാൻ റിപ്പീറ്റ്ലി പറയാണ്, ഈ ഒരു സെയിം സാധനം നമ്മൾ ഓൾറെഡി വീഡിയോ ചെയ്തിട്ടുള്ളതാണ്. അതിൻ്റെ ആ ഒരു പ്ലേലിസ്റ്റിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. നിങ്ങൾ വേണ്ടവരൊന്ന് ചെക്കൗട്ട് ചെയ്യുക. മേ ബി നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ മനസ്സിലായിട്ടില്ല, കുറച്ചും കൂടെ കൂടുതൽ എക്സ്പ്ലനേഷൻ വേണമെന്ന് തോന്നുകയാണെങ്കിൽ ഐ തിങ്ക് അതായിരിക്കും കുറച്ചും കൂടെ ബെറ്റർ ആ ഒരു വീഡിയോ. ഓക്കെ, ഇതിനേക്കാളും കുറച്ചും കൂടെ പോയിൻറ്റ്സും മനസ്സിലാകുന്ന രീതിയിൽ ഞാൻ അതിൽ പറഞ്ഞിട്ടുണ്ടെന്ന് എനിക്ക് പേഴ്സണലി തോന്നുന്നു. നിങ്ങൾക്ക് ഇത് മനസ്സിലാവുന്നുണ്ടെങ്കിൽ ഓക്കെ, ഇത് തന്നെ മതി. അതല്ല വേണമെന്നുള്ളവർ ആ ഒരു പ്ലേലിസ്റ്റും കൂടെ ഒന്ന് ചെക്കൗട്ട് ചെയ്യാം കേട്ടോ. ഓക്കെ, താങ്ക് യു.